ഹലോ, അസ്സലാമു അലൈക്കും. മിക്കവാറും കുട്ടികൾക്ക്, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് അക്ഷരമാല എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പല പേരൻസും എന്നോട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഇംഗ്ലീഷ് ക്ലാസ്സും കൂടെ എടുക്കുന്നത്. കാര്യം നല്ല പോലെ മലയാളത്തിൽ തന്നെ വിശദമായിട്ട് വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഏതായാലും നമ്മൾ എഴുതുന്നു, വായിക്കുന്നു, അത് വൃത്തിയാക്കി 4 വര കോപ്പിയിൽ എങ്ങനെ എഴുതാം എന്നാദ്യം നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷിൽ ആകെ 26 അക്ഷരങ്ങളാണ് ഉള്ളത്. അതിൽ 5 വോവൽസ് അല്ലെങ്കിൽ സ്വരങ്ങളാണ്. ബാക്കി 21 കൺസണൻ്റ് അല്ലെങ്കിൽ വ്യഞ്ജനങ്ങളാണ് ഉള്ളത്. ഇംഗ്ലീഷ് വേറെ പ്രത്യേകത, ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഉണ്ട്. ഈ വലിയ അക്ഷരങ്ങളെല്ലാം 3 ലൈനിൽ ടച്ച് ചെയ്ത് വേണം എഴുതാൻ. ചെറിയ അക്ഷരങ്ങൾക്ക് നടുക്ക് മാത്രം എഴുതുന്നതും മുകളിൽ ടച്ച് ചെയ്തിരുന്നതും താഴെ ടച്ച് ചെയ്തങ്ങനെ 3 വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അക്ഷരങ്ങൾ സ്വരത്തോടു കൂടി നമ്മൾ എഴുതുകയും വായിക്കുകയും ചെയ്താൽ ഏത് വാക്കും എഴുതാനും വായിക്കാനും നമുക്ക് കഴിയും. നമുക്കെന്നാൽ അക്ഷരങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബ്ലാക്ക് ബോർഡിൽ എഴുതിയാൽ നിങ്ങൾക്ക് 4 വരയിട്ട കോപ്പിയിൽ എഴുതുന്ന പോലുള്ള എഫക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് 4 വര കോപ്പിയിൽ നമ്മൾ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ നോക്കാം. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എങ്ങനെയാണ്? ഈ 3 ലൈൻ 1, 2, 3 ഈ 3 ലൈൻ ടച്ച് ചെയ്ത് വേണം നമ്മൾ ഏത് ക്യാപിറ്റൽ ലെറ്ററും എഴുതാൻ. നോക്കിയേ, കേഴ്സീവായിട്ട് പിന്നീട് നമുക്ക് പഠിക്കാം. ആദ്യം ഇത് നോക്കാം. എ, അതുപോലെ ബി 3 ലൈനിൽ ടച്ച് ചെയ്ത് വേണം ഇങ്ങനെ എഴുതാൻ. ബി, സി, ഡി, ഇ. ഈ എഴുതുമ്പോൾ നടുവിലത്തെ ഈ ലൈൻ ചെറുതും താഴെയും മുകളിലുമുള്ള വര വലുതും ആയിരിക്കണം. ഈ എഫ് അതുപോലെ തന്നെ മുകളിലുള്ള വര ലേശം വലുതും നടുക്കുള്ളത് ചെറുതുമായിരിക്കണം. എഫ്. ജി നോക്കിയേ, ജി, എച്ച്, ഐ, ജെ, കെ. കെ ചിലത് ഇങ്ങനെ എഴുതും, തെറ്റാണ്. കെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ഇതേപോലെ തന്നെ വേണം കെ എഴുതാൻ. കെ. എൽ, എം. ഈ എമ്മിൻ്റെ നടുവ് താഴെ മുട്ടണം. എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇസഡ്. ഇത്രയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. എ ബി സി എല്ലാവർക്കും പാട്ടറിയാമായിരിക്കും. എ ബി സി ഡി ഇ എഫ് ജി, എ ബി സി ഡി ഇ എഫ് ജി, എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി, എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ സെഡ്. ഈ 26 അക്ഷരങ്ങളിൽ 5 വോവൽസ് ഉണ്ട്. വോവൽസ് മീൻസ് സ്വരങ്ങൾ. വോവൽസ് എ ഐ ഒ യു. അത് നമുക്ക് ഇനി എഴുതാം. എ, ഇ, ഐ, ഒ, യു. ഇത്രയാണ് ഇംഗ്ലീഷിലെ വോവൽസ്. ഇനി സ്മോൾ ലെറ്റർ നമുക്ക് എസ് എം എ എൽ എൽ, സ്മോൾ ലെറ്റേഴ്സ്. സ്മോൾ ലെറ്റേഴ്സ് എഴുതാം.
അപ്പോൾ ഈ സ്മാൾ ലെറ്റർ എഴുതുമ്പോൾ മുകളിലും താഴെയും ഇത് എ ഈ നടുക്കുള്ളത് തന്നെയാണ് ഉണ്ടല്ലോ എ. ബി ആണെങ്കിൽ ഈ മുകളിലത്തെ വര ടച്ച് ചെയ്തിട്ട് വരണം. മുകളിൽ നിന്ന് 3 വര ടച്ച് ചെയ്ത് വേണം എഴുതാൻ. ആ ബിയുടെ ഈ ചുരുപ്പ് ഈ നടുക്കത്തെ ഈ ലൈനിൽ മാത്രമായിരിക്കണം. സി നോക്കി അതുപോലെ തന്നെ ഈ നടുക്കത്തെ സി. ഡി അതുപോലെ ഡി. ഇ എഫ് മുകളിലാണ്. ജി താഴെ. എച്ച് മുകളിലാണ്. ഐ നടുക്ക്. ജെ താഴോട്ടാണ്. കെ മുകളിൽ താഴോട്ട്. എൽ എം എൻ ഒ പി താഴോട്ടാണ് വരേണ്ടത് വാല്. പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ. വൈ താഴോട്ട് തന്നെ എഴുതണം. ഇസഡ്. ഇതിൽ മുകളിലോട്ടുള്ള ചുവന്ന വരഞ്ഞെടുത്ത് മുകൾ ടോപ്പിൽ ടച്ച് ചെയ്യുന്ന അക്ഷരം നോക്കാം. ബി ഡി എഫ് എച്ച് കെ എൽ ടി എന്നീ അക്ഷരങ്ങൾ മുകളിലത്തെ 3 വരകൾ ടച്ച് ചെയ്യുന്നു. നമുക്കൊന്ന് നോക്കാം. ബി മുകളിൽ ടച്ച് ചെയ്തിട്ട് ബി. ഇതുപോലെ തന്നെ ഡി എഫ് എച്ച് കെ എൽ ടി. ഇത് ടോപ്പിൽ ടച്ച് ചെയ്യുന്ന അക്ഷരങ്ങളാണ് ഇവകൾ. ബി ഡി എഫ് എച്ച് കെ എൽ ടി. ഇനി താഴെ ബോട്ടത്തിൽ ടച്ച് ചെയ്യുന്നത് നോക്കട്ടെ. ബോട്ടത്തിൽ അതൊക്കെയാണ് ജി ജി ജെ പി ക്യു വൈ. താഴെ ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ബോട്ടം ജി എ പോലെ എഴുതിയിട്ട് വാലിങ്ങുണ്ട്. ജി ജെ ജി ജെ പി ക്യു വൈ. ഇവകളെല്ലാം താഴേക്കത് ബോട്ടത്തിൽ ടച്ച് ചെയ്യുന്നതാണ്. നടുക്കലത്തെ ഈ മിഡിലുള്ള ലൈനിൽ നിന്ന് താഴേക്ക് ടച്ച് ചെയ്യുന്ന ഈ ബോട്ടം ലെറ്റേഴ്സാണ് ജി ജെ പി ക്യു വൈ. അപ്പം ടോപ്പ് ഏതൊക്കെയാണ്? ബി ഡി എഫ് എച്ച് കെ എൽ ടി. ജി ജെ പി ക്യു വൈ. ഇതിവ ബോട്ടത്തിൽ ടച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ രണ്ടും അല്ലാതെ മിഡിൽ ടച്ച് ചെയ്ത് നോക്കാം. എ സി ഇ ഐ എം എൻ ഒ ആർ എസ് യു വി ഡബ്ല്യു എക്സ് ഇസഡ്. എ
മിഡിൽ ടച്ച് ചെയ്യുന്ന, മിഡിൽ മാത്രം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, മിഡിൽ മാത്രം ടച്ച് ചെയ്യുന്ന അക്ഷരങ്ങളാണ് എ ഇ സി എ സി ഇ ഐ എം എൻ ഒ ആർ എസ് യു വി ഡബ്ല്യു എക്സ് ഇസഡ്. ഇപ്പോൾ ബോൾ എന്നുള്ള ഒരു വാക്ക് നമ്മൾ എഴുതണമെങ്കിൽ എങ്ങനെ? ബി മുകളിലായിരിക്കും, ബി എ എൽ എൽ ഉണ്ടല്ലോ, ഇങ്ങനെ വേണം എഴുതാൻ ബോൾ. ഇനി ക്യാറ്റാകുമ്പോഴോ സി എ ടി, സിയും എയും മിഡിലാണ്, ടി ടോപ്പാണ്, സി എ ടി. ഇങ്ങനെ നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നന്നാവും. പെട്ടെന്ന് ടീച്ചർമാർക്ക് എഴുതുകയും അത് റീറൈറ്റ് ചെയ്യാനുള്ള, തിരുത്തി തരാനുള്ള, അല്ലാതെ കുനുകുനാന്ന് എഴുതിയാൽ ഒന്നും തിരിയത്തില്ല. ചിലർ ടി എഴുതുന്നുണ്ട്, ഇങ്ങനെ ഒരു വരെ ഇങ്ങനെ എഴുതല, ടി. അങ്ങനെ എഴുതരുത്, ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം. ഇനി ഈ പ്രിയപ്പെട്ട കുട്ടികളെ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും നമ്മൾ എഴുതി കാണിച്ചു. പിന്നീട് സ്മാൾ ലെറ്ററിൽ എവിടെയല്ല, ഈ 4 ലൈനിലല്ലേ നമ്മൾ എഴുതുന്നത്, ഈ 4 വരിയിൽ എവിടെയൊക്കെ ടച്ച് ചെയ്യണം, ഏതെല്ലാം അക്ഷരങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി സൗണ്ട് ഓഫ് ദി ലെറ്റർ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഇരുന്ന് പഠിക്കുക. നല്ലൊരു ഭാവിയിലേക്ക് എത്താൻ പ്രാർത്ഥിക്കുന്നു. ഇത് എല്ലാവർക്കും സെൻഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.